നിങ്ങളുടെ അക്കൗണ്ടിൽ പെട്ടെന്നൊരു ദിവസം ഒരു വലിയ എമൗണ്ട് ക്രെഡിറ്റ് ആയെന്ന് വിചാരിക്കുക. നിങ്ങൾ എവിടെ നിന്നാണ് അത് വന്നതെന്ന് നോക്കാതെ അത് സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഈ അൺഡിസ്ക്ലോസ്ഡ് ക്രെഡിറ്റ് എവിടെ നിന്ന് വന്നുവെന്ന് നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോട് കൃത്യമായ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന എമൗണ്ടിൻ്റെ മേൽ 78% വരെ നിങ്ങളിൽ നിന്ന് ടാക്സ് ഈടാക്കുമെന്ന് അറിയുമോ? So, hi all, welcome back to Tax Tales by SES, where we simplify taxes for you. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോ നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലോ അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്? അൺഎക്സ്പ്ലെയിൻഡ് ഇൻകമോ അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സോ അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചറോ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നിവ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ വീഡിയോയിൽ മെയിനായിട്ട് കവർ ചെയ്യുന്ന സെക്ഷൻ 68, സെക്ഷൻ 69, സെക്ഷൻ 69A, B, C and D എന്നിവയാണ്. So let's get into it. So what exactly happens when you get a big credit in your account? നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു വലിയ ക്രെഡിറ്റ് സംഭവിച്ചു, പക്ഷേ നിങ്ങൾക്കത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷൻ 68 ക്യാഷ് ക്രെഡിറ്റ് നിലവിൽ കൊണ്ടുവന്നത്. ഈ സെക്ഷൻ 68 ക്യാഷ് ക്രെഡിറ്റ് പ്രകാരം നിങ്ങളുടെ അക്കൗണ്ടിലോ ബുക്സ് ഓഫ് അക്കൗണ്ടിലോ ഒരു ക്രെഡിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വന്നിരിക്കുന്ന ക്രെഡിറ്റിന് എവിടെ നിന്നാണ് വന്നത്, എന്തിനാണ് വന്നത്, ഈ വന്ന ക്രെഡിറ്റ് തന്നയാൾക്ക് സോഴ്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് നിങ്ങളുടെ ഇൻകമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയും അതിൻ്റെ മുകളിൽ ടാക്സ് ചെയ്യുകയും ചെയ്യും. സെക്ഷൻ 68 പ്രകാരമുള്ള ടാക്സേഷൻ ഒഴിവാക്കുന്നതിന് പ്രധാനമായും നിങ്ങൾ 3 കാര്യങ്ങളാണ് തെളിയിക്കേണ്ടത്. ഒന്നാമത്തേത് ഐഡൻറ്റിറ്റി ഓഫ് ദി പേഴ്സൺ, അതായത് ആരാണ് നിങ്ങൾക്ക് ഫണ്ട് തന്നത് ആ ആളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ തെളിയിക്കണം. രണ്ടാമതായിട്ട് ജെന്യുവിൻനെസ് ഓഫ് ദി ട്രാൻസാക്ഷൻ, അതായത് നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് ഈ ഫണ്ട് തന്നത്, അതൊരു ലോണായിട്ടാണോ അതൊരു പർച്ചേസിൻ്റെ ഭാഗമായിട്ടാണോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് തന്നതെന്നുള്ളത് റിയൽ ആണോ ഫേക്ക് ആണോ ആ ട്രാൻസാക്ഷൻ എന്ന് നിങ്ങൾ തെളിയിക്കണം. മൂന്നാമതായിട്ട് ക്രെഡിറ്റ് വെർത്തിനെസ് ഓഫ് ദി പേഴ്സൺ ഹു ഗേവ് യു ദ മണി, അതായത് നിങ്ങൾക്ക് ആ ഫണ്ട് തന്ന വ്യക്തിയുടെ ക്രെഡിറ്റ് വെർത്തിനെസ്, അതായത് പുള്ളിക്ക് ആ പൈസ ഉണ്ടാക്കാനുള്ള ആസ്തി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. ഈ 3 കാര്യങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്ഷൻ 68 പ്രകാരമുള്ള ടാക്സേഷൻ ഒഴിവാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ കടമായിട്ട് വാങ്ങിക്കുന്നത്. നിങ്ങളുടെ ഈ സുഹൃത്ത് ആരാണെന്നോ ഈ തന്നിരിക്കുന്നത് കടമാണെന്നുള്ളതിൻ്റെ ഒരു എഗ്രിമെൻറ്റോ ഈ പറഞ്ഞിരിക്കുന്ന സുഹൃത്തിന് ഇത് സമ്പാദിക്കാനുള്ള ആസ്തിയോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ തന്നിരിക്കുന്ന ഫണ്ടിൻ്റെ മേൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് 78% ടാക്സേഷൻ ഈടാക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരം മിസ്റ്റീരിയസ് ആയ ട്രാൻസാക്ഷൻസ് ഇത്ര കർശനമായി പരിശോധിക്കുകയും സെക്ഷൻ 68 പോലുള്ള സെക്ഷനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തതെന്നറിയുമോ? അതായത് മെയിനായിട്ടും കള്ളപ്പണ ഇടപാടുകൾ കർശനമായി നിയന്ത്രിക്കാനാണ് ഈ സെക്ഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് മുൻപ് പലരും ഫേക്ക് ലോണായിട്ടും ബോഗസ് ഗിഫ്റ്റുകളുമായിട്ടുമൊക്കെ ഇൻകം റെക്കഗ്നൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള കേസുകൾ മാറ്റുവാൻ വേണ്ടിയിട്ടും ഇപ്പം അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജെന്യുവിനിറ്റി നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരതിനെ ഒരു അൺഡിസ്ക്ലോസ്ഡ് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുകയും അതിനെ ടാക്സ് ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ ടാക്സ് ഇവേഡ് ചെയ്യാനുള്ള ശ്രമത്തിൽ ചില ആളുകൾ തങ്ങളുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഷെൽ കമ്പനികളുടെയോ കയ്യിലേക്ക് തങ്ങളുടെ പണം കൈമാറാറുണ്ട്. ഇത് തങ്ങളുടെ പണം അല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. എന്നാൽ സെക്ഷൻ 68 കൃത്യമായി ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇനി അഥവാ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് അത് ഇൻകം ടാക്സ് അസസിങ് ഓഫീസറിന് അത് തൃപ്തികരമായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ ആ വന്നിരിക്കുന്ന എമൗണ്ട് ഒരു ഇൻകമായി ട്രീറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ മേലിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ടാക്സേഷൻ വരികയും ചെയ്യും. ദ ലോജിക് ഈസ് സിമ്പിൾ. പണം എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. ടാക്സ് ഇവേഷന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാകും.
അതിനാൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് പണം നൽകുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നതിനാൽ അതിൻ്റെ സോഴ്സ് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ശരിയായ ഡോക്യുമെൻറ്റ്സ് സൂക്ഷിക്കുക. മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ചെയ്യാതിരിക്കുക. കാരണം ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയാണ്. അതിൻ്റെ മേൽ നിങ്ങൾക്കും ഉത്തരവാദിത്വം ഉണ്ട്. ഇന്ത്യയിൽ പൊതുജനങ്ങൾക്ക് വലിയ സ്റ്റേക്ക് ഇല്ലാത്ത വളരെ ക്ലോസ് ഹെൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഉണ്ട്. ഇങ്ങനെയുള്ള കമ്പനികളിൽ കള്ളപ്പണം സൂക്ഷിക്കുന്നതിനായി വ്യാജ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കമ്പനികൾ പലപ്പോഴും പിടിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സിസ്റ്റ് പോലും ചെയ്യാത്ത ആളുകളിൽ നിന്ന് നിക്ഷേപങ്ങളായും ഷെയർ ക്യാപിറ്റലായും ഷെയർ പ്രീമിയമായും ആപ്ലിക്കേഷൻ മണിയായും ഫണ്ടുകൾ സ്വീകരിക്കുകയും അങ്ങനെ തന്നെ അക്കൗണ്ട് ചെയ്യുകയും ചെയ്യും. ഇത് തടയാൻ സെക്ഷൻ 68 ഒരു പ്രത്യേക വ്യവസ്ഥയുണ്ട്. അതായത് ഒരു ക്ലോസ് ഹെൽഡ് കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡർ ഒരു ക്രെഡിറ്റ് നടത്തിയാൽ ആ ക്രെഡിറ്റ് എന്താണെന്ന് ഒരു ടാക്സ് അസസ്മെൻറ്റ് ഓഫീസറിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കമ്പനിക്ക് സാധിക്കുന്നതല്ല. ആ എക്സ്പ്ലനേഷൻ കമ്പനിയിൽ നിന്നും ടാക്സ് അസസ്മെൻറ്റ് ഓഫീസർ സ്വീകരിക്കുന്നതല്ല. പകരം ആരാണോ ഈ ക്രെഡിറ്റ് നടത്തിയത് ആ വ്യക്തിയുടെ എക്സ്പ്ലനേഷൻ ആയിരിക്കും ഈ അസസ്മെൻറ്റ് ഓഫീസർ സ്വീകരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ ഇനി ഈ അസസ്മെൻറ്റ് ഓഫീസറിന് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ ആ വന്നിരിക്കുന്ന ക്രെഡിറ്റ് ഒരു അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും അതിൻ്റെ മുകളിൽ ടാക്സ് ചുമത്തപ്പെടുകയും ചെയ്യും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ ഒരു എക്സംഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 1023 FP പ്രകാരം നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന നിയമത്തിൽ നിന്നും എക്സംഷൻസ് ഉണ്ട്. കാരണം ഓൾറെഡി ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികൾ ഭയങ്കരമായിട്ട് റെഗുലേറ്റഡും ട്രാൻസ്പെറൻറ്റുമാണ്. സെക്ഷൻ 68 പ്രകാരമുള്ള നിങ്ങളുടെ അക്കൗണ്ടിലെ പണം ഒരു അൺഡിസ്ക്ലോസ്ഡ് ക്യാഷ് ക്രെഡിറ്റായിട്ട് ടാക്സ് അസസിങ് ഓഫീസർ തീരുമാനിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ ടാക്സ് ലാബ് ഏതാണെന്ന് പോലും നോക്കാതെ, നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഇൻകം ഉണ്ടോ എന്ന് പോലും നോക്കാതെ ഈ വന്നിരിക്കുന്ന തുക മൊത്തമായും ഇൻകമായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടും. ഈ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഇൻകം ഏത് റേറ്റിലാണ് ടാക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് വന്നിരിക്കുന്ന തുകയുടെ 60% ഫ്ലാറ്റ് റേറ്റിൽ ടാക്സ് ചെയ്യപ്പെടും. ഈ 60%-ൻ്റെ 25% നമുക്ക് സർചാർജായിട്ടും അതിൻ്റെ മുകളിൽ ഒരു 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ്സായിട്ടും വരും. അങ്ങനെ ആകെ മൊത്തം ക്രെഡിറ്റായ എമൗണ്ടിൻ്റെ 78% ടാക്സ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി നമുക്ക് എന്തെങ്കിലും ഡിഡക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സംഷൻസോ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും ഒരു ലോസ് നമുക്ക് കിടപ്പുണ്ടെങ്കിൽ അതും ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഒരു ചെറിയ റിലീഫ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വന്നിരിക്കുന്ന അൺഎക്സ്പ്ലെയിൻഡ് എമൗണ്ട് നിങ്ങൾ ഒരു വോളണ്ടറി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ഫിനാൻഷ്യൽ ഇയർ തീരുന്നതിന് മുന്നേ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി ഒഴിവാക്കി കിട്ടും. അത് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തൊരു റിലീഫായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഭൂരിഭാഗവും ടാക്സ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി പ്ലീസ് ഫോളോ Tax Tales by SES on all social media platforms. Thank you.